ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈജു ഗ്രൂപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. വളരെ മികച്ച അഭിപ്രായം നേടുന്നെങ്കിലും സാമ്പത്തികമായി പരാജയമായി മാറിയ ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജനി, ശ്രീജ രവി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം ആദ്യവാരം പിന്നിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയ 8ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 7ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,37,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കേരള കളക്ഷനും വിദേശ കളക്ഷനും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്ന് ഏപ്രിൽ 17 വെള്ളിയാഴ്ചയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യ 7 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് 7,71,00,000 രൂപയാണ്. വിദേശത്ത് $3 ലക്ഷം ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 2,79,00,000 രൂപ. അങ്ങനെ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 10,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം 15 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുമുണ്ട്. അക്ഷയ് കുമാർ നായകനായി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഭൂത് ബംഗ്ല എന്ന ബോളിവുഡ് സിനിമ ഇന്ന് ഏപ്രിൽ 17 വെള്ളിയാഴ്ച കേരളം ഉൾപ്പെടെ തിയേറ്ററിലെത്തിയിട്ടുണ്ട്. ടാബു, വാമിക ഗബ്ബി, മനോജ് ജോഷി, അസ്രാണി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. 2 മണിക്കൂർ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കോമഡി ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ കേരളത്തിൽ രാവിലെ 9:30 പ്രദർശനം ആരംഭിക്കുന്നത്. സിനിമയുടെ പ്രീമിയർ ഷോ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇന്നലെ രാത്രി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. പ്രിയദർശന്റെ പതിവ് കോമഡി സ്റ്റൈലിലുള്ള വ്യത്യസ്തമായ ഒരു ഹൊറർ ചിത്രം എന്ന് തന്നെയാണ് സിനിമയെക്കുറിച്ച് ആദ്യ അഭിപ്രായം പുറത്തു വന്നിട്ടുള്ളത്. അക്ഷയ് കുമാർ ഉൾപ്പെടെ സിനിമയിലെ മിക്കവാറും എല്ലാ താരങ്ങളും മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നുവെന്നും സിനിമയുടെ ആദ്യ പകുതി മികച്ച കോമഡിയോടെ മുന്നോട്ട് പോയപ്പോൾ രണ്ടാം പകുതി ഗൗരവതരമായ യഥാർത്ഥ സംഭവവികാസങ്ങളിലേക്ക് കടക്കുകയും സിനിമ ഹൊറർ വിഭാഗത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. അവസാന 20 മിനിറ്റ് മികച്ച ത്രില്ലിംഗ് ആണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ മൊത്തത്തിൽ നർമ്മവും ഹൊറർ ഘടകങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ചേർന്ന് എബോ ആവറേജ് പോസിറ്റീവ് ഡീസന്റ് അഭിപ്രായമാണ് പ്രീമിയർ ഷോ റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത്. ഇനി റെഗുലർ ഷോയ്ക്ക് ശേഷം വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണെന്ന് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ മനസ്സിലാക്കാനാകൂ. സവിൻസ സംവിധാനം ചെയ്ത് ഏപ്രിൽ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. റെക്കോർഡ് നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് 4 മില്യൺ ടിക്കറ്റാണ്, അതായത് 40 ലക്ഷം ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 1ാം സ്ഥാനത്തുള്ളത് ലോക ചാപ്റ്റർ 1 ആണ്. 15 ദിവസം കൊണ്ട് 5.5 മില്യൺ ടിക്കറ്റാണ് ഈ സിനിമ വിറ്റഴിക്കപ്പെട്ടത്. 2ാം സ്ഥാനത്ത് തുടരും എന്ന മോഹൻലാൽ ചിത്രമാണ്. 15 ദിവസം കൊണ്ട് 4.52 മില്യൺ ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെട്ടത്. 3ാം സ്ഥാനത്തുള്ള മഞ്ഞുമൽ ബോയ്സ് 4.32 മില്യൺ ടിക്കറ്റും വിറ്റഴിക്കപ്പെട്ടിരുന്നു. 15ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 4,15,00,000 രൂപയാണ്. അങ്ങനെ കേരളത്തിൽ ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തത് 99,75,00,000 രൂപയാണ്. അതേസമയം അഡ്വാൻസ് ബുക്കിംഗ് ഉൾപ്പെടെ ഇന്നലെ രാത്രിയോടെ തന്നെ ഈ സിനിമ കേരളത്തിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടുകയും ചെയ്തിരുന്നു. കേരളത്തിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടുന്ന 3ാമത്തെ സിനിമയാണ് വാഴ 2. കല്യാണി പ്രധാന താരമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 1ാം സ്ഥാനത്തും തുടരും എന്ന മോഹൻലാൽ ചിത്രം 2ാം സ്ഥാനത്തുമാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 24 ദിവസം കൊണ്ട് കേരളത്തിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടപ്പോൾ തുടരും എന്ന സിനിമ 19 ദിവസം കൊണ്ടാണ് കേരളത്തിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത്. അതേസമയം വാഴ 2 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത് കേവലം 15 ദിവസം കൊണ്ട് മാത്രമാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇന്നലെ വരെയുള്ള 15 ദിവസം കൊണ്ട് 189 കോടി റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ ഈ സിനിമ അടുത്ത 2 ദിവസം പിന്നിടുമ്പോൾ 200 കോടി മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കെൻ കരുണാസ് സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് യൂത്ത്. ഈ ചിത്രം ഇന്നലെ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിരുന്നു. കേരളത്തിൽ 1,40,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 53 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരുന്നത്. ഇന്നലെ ഈ സിനിമയുടെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 82 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജയറാം നായകനായി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആശകൾ 1000. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഈ സിനിമയിൽ കാളിദാസ് ജയറാം, ആശാ ശരത്ത്, ഷറഫുദ്ദീൻ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി 12,64,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. C5 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. മീനാക്ഷി നായികയെ അനൂപ് പുരുഷോത്തം തിരക്കഥ സംവിധാനം ചെയ്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് സൂപ്പർ ജെമിനി. ഈ സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട തീയതി ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ 19 ഞായറാഴ്ച മനോരമ മാക്സ് വഴിയാണ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.